എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ മുകളിൽ കരിയിലൊക്കെ വീണിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് കയറുന്ന നമ്മുടെ വീട് പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടില്ല. പാലുകാച്ചൽ ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ 11-ാം തീയതിയാണ് നമ്മുടെ ഫംഗ്ഷൻ. എന്നാ വേണ്ട ചൂലാണോ? എന്നാ സൈക്കോട്ട് താഴെ ഇറങ്ങി നിൽക്ക്. നോനോ ഏതിലെ ഡോഗൊക്കെ വരുന്നുണ്ട്. സൈക്കോട്ടിന് പിടിക്കും. ബാ ഇറങ്ങി പേടിയാണെങ്കിൽ എന്നാ താഴെ ഇറങ്ങി. എന്തിനാ പൊക്കത്ത് കയറിയ? ബാ ഇറങ്ങി വാ. ഇത് കണ്ടോ, നമുക്കിന്ന് രാവിലെ വീണ് കിട്ടിയ മാങ്കോകളാണ്. 2, 3, 4, 5 മാങ്കോ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അച്ഛനും മോനും കൂടെ ഉള്ള പണികളാണ്. അച്ഛന് ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ സായിക്കുട്ടി. ഇഷ്ടംപോലെ മുല്ലപ്പൂക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ. നമുക്കിവിടെ ഒരു പേരയിലേക്ക് നന്നായിട്ടൊരു മുല്ല കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ പൂക്കളൊക്കെ. ഇതേ കണ്ടോ, താഴെ ചാടി കിടപ്പുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. എന്തോ ഉണ്ട് നമ്മുടെ ഇവിടെ മുല്ല കയറിയേക്കുന്ന ഈ പേരയിലാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മധുരമുണ്ട്. സായിക്കുട്ടൻ വേണോ? പേരക്ക വേണോ? കടിച്ചു നോക്കിയേ. എന്നാ വേണോ? അമ്മ കഴിച്ചോട്ടെ. അത് മധുരമാണോ? നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മധുരം ഉണ്ടാവാറില്ലല്ലോ, പക്ഷെ ഇതും നല്ല മധുരമുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, പക്ഷെ ഒരെണ്ണം പോലെ കഴിക്കാൻ ഇതുവരെ പറ്റിയില്ല. വന്നിട്ട് മൂത്തോന്ന് അറിയത്തില്ല കേട്ടോ. ഇത് മൂത്തെന്നൊക്കെയാണ് തോന്നണേ. പക്ഷെ ഞങ്ങളിപ്പോൾ ഇവിടെ താമസം അങ്ങ് തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചില്ല. പിന്നെ വീട് പണിയുടെ തിരക്കൊക്കെ ഇല്ലേ കേട്ടോ. മൂത്തിട്ടുണ്ടെന്ന് തോന്നണം. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. വിഷു കഴിഞ്ഞെങ്കിലും കൊന്നയിൽ ചെറുതായിട്ട് കൊന്നപ്പൊക്കെ ഉണ്ട് കണ്ടോ. 1-2 പൂക്കളൊക്കെ ഇതിലേക്ക് ഉണ്ട് കേട്ടോ. താഴെയായിട്ടൊന്നുമില്ല, മുകളിലായിട്ട്. ഏപ്രിൽ മെയ് ആയില്ലേ ഇപ്പോൾ, എന്നാലും ഉണ്ടായിട്ടുണ്ട്. ഇത് പക്ഷെ നേരത്തെ ഉണ്ടായതായിരുന്നു. ഇപ്പോൾ പിന്നെ രണ്ടാമതുണ്ടായതാണെന്ന് തോന്നണം. 2 കാക്കകൾ ഇതേ അവിടെ വന്നിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇതിൻ്റെ മേളിലൊരു കൂടുണ്ട്. അവരുടെ ആണോ എന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്താ സായി? ഇത് പറ്റി സായിക്കോട്ടെ. അതെ, ഇന്നലെ അമ്പലത്തിൽ ഉത്സവത്തിന് വാങ്ങിയ കളിപ്പാട്ടങ്ങളാണ്. അതിലൊരെണ്ണം പീസാക്കിയിട്ടുണ്ട്. 2 പീസാക്കി. അല്ല സായിക്കോട്ടാ, ഇതാരാ പീസാക്കിയത് ഇങ്ങനെ? സായിക്കോട്ടനാണോ? അതെ, നമ്മുടെ പിന്നെ പുതിയ ആളിവിടെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളൊരു കൂട്ടം കാണിച്ചു തരാവേ. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ അത് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ, ഇഷ്ടം പോലെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടപ്പോൾ അത് അത്ര പഴുത്തിട്ടൊന്നും ഉണ്ടായില്ല, ഒരു പുളിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നതേ നോക്കിയപ്പോൾ നന്നായിട്ട് പഴുത്ത് നിൽക്കുകയെല്ലാം തന്നെ. പണ്ടൊക്കെ ഇതിന് വേണ്ടിയിട്ട് സ്കൂളിലൊക്കെ പഠിച്ചപ്പോഴൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാലൊക്കെ വീടുകളിൽ കണ്ട് അവിടെയൊക്കെ കയറി പറിക്കുകയും തിന്നുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ അത് ഇത്രയും ഇവിടെ ഉണ്ടായി കിടന്നിട്ട് ഇവിടെയൊന്നും ആർക്കും ഇതൊന്നും വേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇതിൻ്റെ വലുതുമുണ്ട് ചെറുതുമുണ്ട്. 2 ടൈപ്പ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് കണ്ടോ, ഒരെണ്ണം പറിക്കാനാണ്. കണ്ടോ, നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. കണ്ടോ, ഇത് ഇഷ്ടമുള്ളവരൊന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിത് ഒരുപാട് നാൾ കൂടിയാണ് ഇപ്പം നാട്ടിലത്തെ കഴിക്കുന്നത്. ഇപ്പോൾ വന്നിട്ടും കുറേ നാളായില്ല ഇങ്ങോട്ട്. ഒന്നതെ നമ്മുടെ
പ്ലാവയിൽ പിന്നെ ഒരു ചക്ക ഉണ്ടായിട്ടുണ്ട്. അതിലോരെണ്ണം ഇവിടെ കരിഞ്ഞ് വെപ്പുണ്ട് കേട്ടോ. കരിഞ്ഞതാണോ ഇതെന്തോ പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഇതെന്താ മറ്റേ കാച്ചിലല്ലേ, കാച്ചിൽ. അങ്ങനെയൊക്കെയാണ്. ഇനി ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ ഇടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്. പറമ്പൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്, എന്നാലും നമ്മളൊന്നും നട്ടിട്ടൊന്നുമില്ല. പിന്നെ ഇതെന്നാ ഇരുമ്പുളി ഇങ്ങനെ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഓരോന്നൊക്കെ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുക. ഇതുണ്ടോ? ഒത്തിരി പൊക്കമൊന്നുമല്ല, നമുക്ക് കൈയെത്തുന്ന ദൂരത്തില്ല എല്ലാം തന്നെ നിൽക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നമ്മുടെ 11-ാം തീയതി ഫംഗ്ഷനുണ്ട്. അതൊക്കെ കഴിയുമ്പോൾ ഞാനൊരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ. ഏകദേശം ആരോ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. സായിക്കൂടെ ഞാൻ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ പറ. സേ ബൈ ബൈ. ബൈ ബൈ. സീ യു ടുമാറോ. ഇതെന്നാ എന്താ എടുക്കണോ? വേണ്ട ഇത് കൊച്ചിന്? ഇതെന്നാ അമ്മ അവിടെ വെക്കട്ടെ? അവിടെ വെക്കട്ടെ? വേണ്ടേ? അപ്പോൾ ഓക്കെ ഗേസ്, ബൈ ബൈ. ബൈ ബൈ പറ.